ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് മുട്ട കൊണ്ടുള്ള ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കുക്കർ പുലാവാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നല്ലൊരു ബിരിയാണിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ള ഒരു പുലാവാണത്. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു റൈത്തയും അതുപോലെ തന്നെ ഒരു പപ്പടമൊക്കെ ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, അത്രയും നല്ല ടേസ്റ്റുള്ള ഒരു പുലാവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ബാസ്മതി അരി നന്നായിട്ട് കഴുകിയതിൻ്റെ ശേഷം ഒരു 20 മിനിറ്റ് കുതിർത്തി വെച്ചതാണത്. അതിൽ കൂടുതൽ കുതിർത്തി വയ്ക്കാൻ പാടില്ല. അതിൻ്റെ ശേഷം അത് വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർക്കുക. ഇപ്പം ഞാൻ റിഫൈൻഡ് ഓയിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് വേണ്ട ഗരം മസാല, ഹോൾ ഗരം മസാല ചേർക്കാം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 3 ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പട്ട ഇല ഒന്ന് വലുത്, പിന്നെ 2 കരയാമ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഫ്ലവർ എടുത്തിട്ടുണ്ട്. ഫ്ലവർ പകുതിയുള്ളൂ കേട്ടോ, മുഴുവനില്ല, ഒരു കഷ്ണം എടുത്തിട്ടുള്ളൂ. ഫ്ലവർ അധികം ആവരുത്. അപ്പോൾ ഇതെല്ലാം ചെറിയ ചൂടുള്ള എണ്ണയിലേക്ക് ഇടുക. അങ്ങനെ ഹൈ ഫ്ലെയിമിൽ വെച്ചിടുമ്പോൾ ഫ്ലവറൊക്കെ കരിഞ്ഞു പോയാൽ പിന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ കരിഞ്ഞു പോകരുത്. ഇതിലേക്ക് ഇനി ഒരു നീളത്തിൽ അരിഞ്ഞ ഒരു 2 സവാള ചേർക്കാം. ഇനി സവാള കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നന്നായിട്ട് വഴന്നു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു 2-3 പച്ചമുളക് എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ചതച്ചതെന്ന് പറഞ്ഞാൽ നല്ല ഫൈനായിട്ട് പേസ്റ്റ് പോലെ ചതച്ചതാണ്, അത്രയും നന്നായിട്ട് ചതച്ചെടുത്തതാണ്. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ചതച്ചെടുത്താൽ മതി, അപ്പോൾ നന്നായിട്ട് ചതച്ചെടുക്കാൻ പറ്റും. ഒരു 1.5 ടീസ്പൂൺ ഉണ്ട്. അപ്പം ഞാൻ കാണിച്ച ടീസ്പൂണിനേക്കാൾ കുറച്ച് വലുതാണ്. ഇതിനി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പം നിങ്ങൾ പേസ്റ്റാണ് ചേർക്കുന്നതെങ്കിൽ 1 ടീസ്പൂണൊക്കെ മതിയാവും, അധികം ചേർക്കണ്ട. ഇനി ഇതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറട്ടെ. ഇതിലേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വഴറ്റുക. പിന്നെ അടുത്തത് കുറച്ച് വെജിറ്റബിൾസാണ് ചേർക്കുന്നത്. ഒരു ക്യാരറ്റും പിന്നെ ഒരു 2-3 ബീൻസും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുക. നീളത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നീളത്തിൽ അരിഞ്ഞാലും പ്രശ്നമില്ല. ഞാനിപ്പോൾ ഈ ഒരു ഇതിലാണ് ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റുക. കുറേ നേരം ഇട്ടിട്ട് വഴറ്റൊന്നും വേണ്ട. ഇതിലേക്ക് നല്ല പഴുത്ത 2 തക്കാളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. തക്കാളി നിങ്ങൾക്ക് പുളിക്കനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതധികം പുളിയൊന്നും ഇല്ലാത്ത തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. തക്കാളി കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ടത് വെന്തിട്ട് എണ്ണ തെളിയും. അപ്പോൾ അത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. തക്കാളി കണ്ടില്ലേ, നന്നായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ വെള്ളം കളഞ്ഞിട്ട് വെച്ച അരി ഉണ്ടല്ലോ, കുതിർത്തി വെച്ച അരി, ആ അരിയിലേക്ക് ഒരു 2 മുട്ട ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മുട്ടയും അരിയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ മുട്ടയും അരിയും കൂടി മിക്സ് ചെയ്തത് ഇനി നമ്മൾ ഈ വഴറ്റി വെച്ച മസാലയിലേക്ക് ചേർത്തിട്ട് വേഗം മിക്സ് ചെയ്യണം. വേഗം മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. അരി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് മിക്സ് ചെയ്യണം. അരി മിക്സ് ചെയ്യാതെ വെറുതെ വെക്കരുത്, പിന്നെ എല്ലാം കൂടി കട്ട പിടിക്കും. ഇതിലേക്ക് ഒരു 1.25 കപ്പ് സാധാരണ വെള്ളം, ചൂടുള്ള വെള്ളമല്ല, സാധാരണ വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് അരി, കുതിർത്തിയ അരിക്ക് നമ്മൾ 1.25 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ അത് കറക്റ്റാണ്. വെള്ളം കൂടിയും ചേർത്തിട്ട് അതൊന്ന് തിള വരാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അത് അടച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വന്നാൽ ഓഫ് ചെയ്യുക. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് വേണം അടച്ചു വയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ മല്ലിയില ചേർക്കാൻ മറന്നുപോയി. അപ്പോൾ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ടുണ്ട്, ഒരു പിടി. അതും കൂടി ചേർത്തിട്ട് അടച്ചു വയ്ക്കുക കേട്ടോ. ഇനി ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ. അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രമേ തുറക്കാവൂ. പ്രഷർ കളയാനൊന്നും പാടില്ല. അങ്ങനെ ആകുമ്പോൾ അത് മുഴുവനായിട്ട് ചോറ് വെന്തിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഇതാ 2 വിസിൽ കറക്റ്റായിട്ട് വന്നു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ കുറേ കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രമേ തുറക്കാവൂ കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഞാനിതൊരു ഫോർക്ക് കൊണ്ടാണ് കേട്ടോ ഇളക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ ഉടഞ്ഞു പോവില്ല. പിന്നെ നിങ്ങൾ ചൂടോട് കൂടി ഇട്ട് ഇളക്കരുത്. ഒന്ന് നന്നായിട്ട് തണുത്തതിൻ്റെ ശേഷം മാത്രം ഇളക്കുക. അങ്ങനെ ആകുമ്പോൾ ആ അരിയൊക്കെ അതേപോലെ ഷേപ്പിൽ തന്നെ കിട്ടും.
ചൂടോട് കൂടി ഇളക്കുമ്പോൾ അതിങ്ങനെ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നല്ല ടേസ്റ്റുള്ള ഒരു ബിരിയാണിൻ്റെയൊക്കെ ഒരു ഫ്ലേവറുള്ള ഒരു പുലാവാണത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അതായത് മുട്ട ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇനി നമുക്ക് വേറെ ഈസി റെസിപ്പിയെ വീണ്ടും കാണാം. താങ്ക് യു.